വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ഇന്നത്തെ സ്റ്റഡിന്റെ വീഡിയോ. ഇത് നോർമൽ സ്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കുറച്ചെണ്ണം കുഞ്ഞു ഹാങ്ങിങ് ആണ്. ഇത് പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. കുഞ്ഞായിട്ടാണ് ചെയ്തേക്കുന്നത്. കുഞ്ഞൊരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇത് റോസ് ഗോൾഡിന്റെ കളറിന്റെ തന്നെ എല്ലാ കളറിലും ഉണ്ട് കേട്ടോ. സിൽവർ, ഗോൾഡ് എല്ലാം ഉണ്ട്. പിന്നെ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ആ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ, അതായത് മേളിൽ കുഞ്ഞു ബട്ടർഫ്ലൈ, താഴത്തോട്ടും ഒരു ബട്ടർഫ്ലൈ തന്നെയാണ്. പിന്നെ വലിപ്പം നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, കുഞ്ഞാട്ടോ. ഇത് കണ്ടില്ലേ, നല്ല പൊടിയായിട്ട് നിൽക്കുന്ന ഒരു ഹാങ്ങിങ് ആണ്. ഈ ടൈപ്പ് തന്നെ പിള്ളേർ സെറ്റിൽ ഒത്തിരി പേര് ഇടുന്നവരുണ്ട് കേട്ടോ. കുഞ്ഞ് ഹാങ്ങിങ് ഇഷ്ടമുള്ളവരുണ്ട്. പിന്നെ തീരെ കുഞ്ഞു പിള്ളേർക്ക് ഇടാൻ പറ്റുന്ന സൈസ് വലിപ്പമേ ഉള്ളൂ. പിന്നെ ബാക്ക് സൈഡിലോട്ടുള്ള ആ ഒരു ഇതൊക്കെ നല്ലതായിട്ട് കുഞ്ഞായിട്ട് നൈസായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും പറ്റും, വലിയവർക്കും പറ്റില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ്. കുഞ്ഞു പിള്ളേർക്ക് തൊട്ട് ഏത് ഏജുകാർക്കും പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. അപ്പോൾ ഇത് വളരെ റീസണബിൾ പ്രൈസിലുമാണ്. കാഴ്ചയ്ക്ക് നമ്മുടെ ഏടി തന്നെയാണ്. അതിനകത്ത് തന്നെ പല റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുഞ്ഞു സ്റ്റോൺസ്, ഒത്തിരി സ്റ്റോൺ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതനുസരിച്ചുള്ള റേറ്റ് അതിന് വന്നിട്ടുള്ളൂ. ലൈറ്റ് റോസ് ഗോൾഡ് ആട്ടോ ഫസ്റ്റ് കളർ. നമ്പർ R682. റേറ്റ് വരുന്നത് 190 മാത്രമേ ഉള്ളൂ, 190. രണ്ടാമത്തെ ഷെയ്ഡ് ആട്ടോ, സെയിം ഡിസൈൻ തന്നെ ഗോൾഡൻ ഷെയ്ഡ്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ഈ ബ്ലാക്കിൽ നോക്കി എൻ്റെ ഡിസൈൻ ശരിക്കും കാണാൻ പറ്റും. എന്നാലും നേരിട്ട് കാണുന്ന ഒരു ഭംഗി ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല കേട്ടോ. നേരിട്ട് നല്ല രസമാണ്, എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയും രസമുള്ളൊരു പാറ്റേൺ എന്ന് പറയാം. ഫുൾ എഡി സ്റ്റോൺ തന്നെയാട്ടോ. കുഞ്ഞായിട്ടുള്ള സ്റ്റോൺസ് ഇങ്ങനെ മൊത്തത്തിൽ പിടിപ്പിച്ചേക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് കണ്ടാൽ അതിൻ്റെ ഒരു തിളക്കമൊക്കെ മനസ്സിലാവുള്ളൂ. കുഞ്ഞ് ഹാങ്ങിങ്ങും അല്ലേ. ഇതുപോലെ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. നമ്പർ R680. റേറ്റ് സെയിം ആട്ടോ, 190. നമുക്ക് മൂന്നാമത്തെ കളർ, അതായത് സെയിം ഡിസൈനിൽ മൂന്നാമത്തെ കളർ സിൽവർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സിൽവർ ആകുമ്പോൾ പിന്നെ കളറിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും വേണ്ട. മറ്റേതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗോൾഡും റോസ് ഗോൾഡും അങ്ങനെ കമ്മലുകൾക്ക് അങ്ങനെ വലിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ സ്ഥിരം ഇട്ടാലും വലിയ പ്രശ്നമില്ല, കാരണം ഈ റേഞ്ചിലേ വരുന്നുള്ളൂ. എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമോ, എന്തായാലും കുറേ മാസത്തിന് കിടന്നോളും. അപ്പോൾ അങ്ങനെ കുറേ നാൾ ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് മാറി വേറെ അടുത്ത് മേടിച്ചാൽ മതിയല്ലോ. ചിലർക്ക് കിട്ടത്തില്ല കേട്ടോ. ഞാനിങ്ങനെ എപ്പോഴും എല്ലാവരുടെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്, ചിലർക്ക് കിട്ടാത്തവരുണ്ട്. അപ്പം എല്ലാവരെയും ഉദ്ദേശിച്ചില്ല. ചിലർക്ക് ആ ഒരു ബോഡിയുടെ നമുക്ക് ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ചില വേരിയേഷൻ വരുന്നതാണ്. കൂടുതൽ ആൾക്കാർക്കും കിട്ടുക തന്നെയാട്ടോ ചെയ്യാറ്. അതുകൊണ്ട് നമ്മൾ അത്രയും ധൈര്യമായിട്ട് പറയുന്നത്. ചിലർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ചില പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് R681. റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ, 190. അത് സെയിം ടൈപ്പ് തന്നെ. ഇപ്പോൾ കാണിച്ച് ബട്ടർഫ്ലൈക്ക് പകരം ഇതൊരു ഹാർട്ട് ഷേപ്ഡ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. കുഞ്ഞ് ഹാങ്ങിങ് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, കുഞ്ഞ് ഹാങ്ങിങ് ആണത്. വേറെ വ്യത്യാസമില്ല. ഇതിന് മുകളിലും താഴെ കുഞ്ഞ് രണ്ട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്ഡ് ഡിസൈനാണ്. ഇതിൻ്റെ നമ്പർ R673. റേറ്റ് സെയിം കേട്ടോ, 190. അടുത്ത് റൂബി മിക്സ് ആയിട്ട്, ഇത് ഹാങ്ങിങ് ആയിട്ടില്ല, സ്റ്റഡ് പോലെ തന്നെ ഉപയോഗിക്കാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സെൻറ്ററിൽ തന്നെയാണ്. മേളത്തെ പോർഷനിൽ ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ഒരു സ്റ്റഡിൻ്റെ പോർഷനും അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ റൂബിയുടെ ഒരു സ്റ്റോൺസിൻ്റെ ലെയർ കൊടുത്തേക്കുന്നത്. ഇത് സ്റ്റഡ് പോലെ തന്നെയാണ് കേട്ടോ, ഹാങ്ങിങ് ആയിട്ടുള്ള സ്റ്റഡ് തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്പർ R676. ഇതും നല്ല റീസണബിൾ പ്രൈസ് ആട്ടോ, 190, 190. സ്റ്റഡ് പോലെ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് കാണാൻ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഹാങ്ങിങ് പോലെ തോന്നിക്കും, പക്ഷേ ഇത് സ്റ്റഡ് തന്നെയാണ്. മേളിലായിട്ടാണ് ഇതിൻ്റെ ആ ഒരു ബാക്കിലോട്ടുള്ളത് കൊടുത്തേക്കുന്നത്, സെൻറ്ററിലല്ല, മേളിലായിട്ട്. പക്ഷേ ഈ ഒരു കുഞ്ഞ് സ്റ്റഡ് ആയതുകൊണ്ട് അങ്ങനെ തൂങ്ങി കിടക്കുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല, കാരണം വെയിറ്റ് ഒന്നുമില്ല. ഇതും റൂബി കളർ തന്നെയാണ്. ഈ റൂബിയിൽ തന്നെ പല റേഞ്ചിൽ, ഇതിൻ്റെ തന്നെ ഒരു 350, 450 റേഞ്ചിലുള്ള ഐറ്റംസ് ഒക്കെ നമുക്കുണ്ട്. ഞാൻ ഇടയ്ക്കത് കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് മൊത്തം സൈറ്റിൽ കാണും. പിന്നെ അതിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്നതനുസരിച്ച് ഐറ്റംസ് അതിൽ കാണില്ല. അതിൻ്റെ തൊണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇത് അതിൻ്റെ വെച്ച് നോക്കുമ്പം റേറ്റ് കുറഞ്ഞതാണ്. നമുക്ക് ആ ഒരു ഫിനിഷിങ് വ്യത്യാസം, ആ സ്റ്റോണിൻ്റെ തിളക്കം, അതൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻ, എണ്ണം, സ്റ്റോണിൻ്റെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് ചെറിയ വേരിയേഷൻ വരും. എല്ലാം ഈ എഡിയുടെ കാറ്റഗറിയിൽപ്പെട്ട തന്നെ ഐറ്റംസ് ആണ്. എണ്ണത്തിൻ്റെ ഒക്കെ അനുസരിച്ച് ചെറിയ വേരിയേഷൻ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര റീസണബിൾ ആണ്. ഈ ഒരു ഇതിൻ്റെ പ്രൈസ് കാണാൻ ഭംഗി കുറവൊന്നുമില്ല കേട്ടോ, നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ്. നമ്പർ R678. റേറ്റ് വരുന്നത് ഇതിനും 190, 190. നമുക്ക് ലാസ്റ്റ് ഒരു സിമ്പിൾ പാറ്റേൺ കൂടെ കാണിച്ചേക്കാന്ന് വെച്ചു. പേൾ എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ഇതൊരു ആവറേജ് സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. മീഡിയത്തിനേക്കാളും തൊട്ട് താഴെ നിൽക്കുന്ന സൈസ് എന്ന് പറയാം. എന്നാൽ തീരെ കുഞ്ഞതല്ല, അത്യാവശ്യം വലിപ്പം നമുക്ക് കാഴ്ചയ്ക്ക് തോന്നിക്കുകയും ചെയ്യും. ഫുള്ളായിട്ട് ഇത് കണ്ടോ, പേളിൻ്റെ ഡിസൈൻ തന്നെയാണ്. ബാക്കിൽ നമുക്ക് ആ ഒരു കുഞ്ഞ് ഒരു എതൾ പോലെയാണ്, നമ്മുടെ ഈ പൂക്കളൊക്കെ വരത്തില്ല, എൻ്റെ ആ ഒരു എതൾ പോലെ ചെറുതായിട്ട് മാത്രമേ ഗോൾഡൻ ഉള്ളൂ, കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും അതൊരു ഭംഗിയാട്ടോ. ഇട്ട് നമുക്ക് എല്ലാവർക്കും ചേർച്ച കിട്ടുന്ന ഒരു ഐറ്റമാണിത്. സ്റ്റഡ് മാത്രമൊക്കെ യൂസ് ചെയ്യുന്നവരുടെ കയ്യിൽ എന്തായാലും ഇങ്ങനൊരു പേളിൻ്റെ ഒരു സ്റ്റഡ് ഐറ്റം കാണും. ബാക്ക് സൈഡ് എല്ലാത്തിനും വരുന്നത് തന്നെ ഇങ്ങനെയായിട്ടോ വരുന്നത്. അപ്പോൾ ഇതിന് ഭയങ്കര റീസണബിൾ പ്രൈസാണ്. ഡെയിലി യൂസിന് വരുന്ന ആയതുകൊണ്ട്
വലിയ പ്രൈസ് എന്ന് പറയാനില്ല. ഇതിന് 90 രൂപയുള്ളൂ കേട്ടോ, 190 അല്ല, വെറും 90 നമ്പർ പറഞ്ഞു പോവേ. R644, റേറ്റ് 90 രൂപയാണ്. അടുത്താണ്